ഏതൊക്കെ ട്രേഡിംഗ് മെത്തേഡ്സ് ആണുള്ളതെന്ന് ഈ വീഡിയോ നമ്മൾ കവർ ചെയ്യും. എല്ലാ മെത്തേഡ്സിനും ഓരോ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ, ഓപ്ഷൻ, സ്വിംഗ്, പൊസിഷൻ, ആൽഗോ എന്ന 6 ട്രേഡ്സ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്. ഈ 6 കാറ്റഗറിയാണ് നമ്മൾ കൂടുതലും ട്രേഡ് ചെയ്യുന്നത്. ആൽഗോ വലുതായിട്ട് ചെയ്യത്തില്ല, എന്നാലും ബാക്കിയുള്ള 5 മെത്തേഡ്സ് നമ്മൾ ഈ വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും. പൊസിഷനും സ്വിംഗും ഏകദേശം സിമിലർ ആണ്. എന്നാൽ പൊസിഷൻ ലോങ് ടൈമിലേക്കുള്ള ഒരു 1 to 3 ഇയേഴ്സിനുള്ളിലാണ് നമ്മൾ ആ ഒരു ട്രേഡ് എടുക്കുന്നതും എക്സിറ്റ് ചെയ്യുന്നതും. പൊസിഷൻ ട്രേഡിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 500 രൂപയുടെ ഒരു ഷെയർ നമ്മൾ ലോങ് ടൈം ആയിട്ട് പൊസിഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻട്രി എടുത്ത് വെച്ചതാണ്. 500 രൂപയുടെ ഒരു 1000 ഷെയർ 5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ആ ഒരു ഷെയർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഷെയർ 2025 വാങ്ങിച്ചത് 2027-28 ആകുമ്പോഴത്തേന് ഒരു 500-ൽ നിന്ന് 1000-ലോട്ട് ഷെയറിൻ്റെ വാല്യൂ മാറുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആകുമ്പോൾ 500 രൂപയാണ്. ഒരു ഷെയറിന് 500 രൂപ. അപ്പോൾ നമ്മൾ 1000 ഷെയർ മേടിച്ച് 5 ലക്ഷം രൂപ പ്രോഫിറ്റ്. അപ്പം നമ്മൾ ആ ഒരു എൻട്രി എടുത്തത് 5 ലക്ഷം രൂപയ്ക്കാണ്. നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് 10 ലക്ഷം രൂപയ്ക്ക്. നമ്മൾ 5 ലക്ഷം രൂപ ക്യാപിറ്റലും 5 ലക്ഷം രൂപ പ്രോഫിറ്റുമായിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് 10 ലക്ഷം രൂപയായിട്ടാണ് നമ്മൾ ഇതിന് എക്സിറ്റ് ആവുന്നത്. അതാണ് പൊസിഷൻ ട്രേഡിംഗ്. അടുത്ത സ്വിംഗ് ട്രേഡിംഗ് പറയുകയാണെങ്കിൽ പൊസിഷൻ ട്രേഡിങ്ങിൻ്റെ ഹാഫായിട്ട് എടുക്കുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ 1 to 7 മന്ത്സിനുള്ളിൽ നമ്മൾ ട്രേഡ് എടുക്കുകയും എക്സിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. പൊസിഷൻ ട്രേഡിംഗ് പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇതിനുള്ളത്. 500, 1000 ആ ഒരു ഇതിനാണ് എക്സാമ്പിൾ വരുന്നത്. പക്ഷേ നമ്മൾ ഇതിലെടുക്കുന്ന ഷെയർസിൻ്റെ എണ്ണത്തെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ പ്രോഫിറ്റും കാര്യങ്ങളും. പൊസിഷൻ ട്രേഡിങ്ങും സ്വിംഗ് ട്രേഡിങ്ങും ഏകദേശം പ്രോഫിറ്റ് മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ നമ്മൾ അധികം ലോസ് കാര്യങ്ങളും വരുത്തുന്നെങ്കിൽ മാർക്കറ്റ് അതുപോലെ ഡൗൺ പോകണം. ഏതെങ്കിലും ന്യൂസ് ബേസ് ചെയ്തോ ആ ഒരു കമ്പനി ബേസ് ചെയ്തോ ഒക്കെ ആയിരിക്കും ഇത് അത്രയും ലോസ് അടിച്ചു പോകുന്നത്. അല്ലാതെ ഇത് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഈ 2 മെത്തേഡ്. ഇൻട്രാഡേ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 9:15 മുതൽ 3:30 വരെയുള്ള ആ ഒരു ടൈം പീരീഡിലായിരിക്കും നമ്മുടെ ട്രേഡും കാര്യങ്ങളും നടക്കുന്നത്. 9:30 നമ്മൾ എൻട്രി എടുത്താൽ അല്ലെങ്കിൽ 10 മണിക്ക് എൻട്രി എടുത്താൽ 3:30 ആകുമ്പോൾ അത് ക്ലോസ് ചെയ്യണം. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മളത് ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കട്ടാവുന്നതായിരിക്കും. അതാണ് ഡേ ട്രേഡിങ്. ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുന്നതിൽ മിക്കവരും കയറുന്നത് ഡേ ട്രേഡിങ്ങിലോട്ടായിരിക്കും. അത് നല്ല റിസ്ക്കും കാര്യങ്ങളാണ്. അതിൽ ലിവറേജും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇൻട്രാഡേയിലോട്ട് പോകുന്നത്. 70% ലോസ് മാത്രമുള്ള ഒരു കാറ്റഗറിയാണ് ഇൻട്രാഡേ. അത് സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് സ്കാൽപ്പിംഗ്. നമ്മൾ എൻട്രി എടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന പീരീഡ് എന്ന് പറഞ്ഞാൽ 1 to 3 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിലൊരു 70% നമ്മൾ ഇൻവെസ്റ്റിനും സ്വിംഗ് ട്രേഡിങ്ങിനും പൊസിഷനും ഒക്കെ മാറ്റി വെക്കുക. ബാക്കിയുള്ള 30% മാത്രമേ നമ്മൾ ഇൻട്രാഡേ, ഓപ്ഷൻ ഈ ഒരു മെത്തേഡ് കാറ്റഗറിയിലോട്ട് പോകാവൂ. അടുത്ത ഏറ്റവും റിസ്ക്കും കാര്യങ്ങളും കൂടിയിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഓപ്ഷൻ ട്രേഡിംഗ്. ഷെയർ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന ആൾക്കാർ കൂടുതലും പറയുന്നത് ഈ ഡേ ട്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ റിസ്ക്കും കാര്യങ്ങളാണ്. പക്ഷേ ഈ ഡേ ട്രേഡിങ്ങിൽ നിന്ന് മാറി ഓപ്ഷനിലോട്ട് കയറുന്നവർക്കറിയാം ഇതിൻ്റെ ഇടയ്ക്കാട്ടി 100 അല്ലെങ്കിൽ 1000% റിസ്ക്കും കാര്യങ്ങളുള്ളൊരു കാറ്റഗറിയാണ് ഓപ്ഷൻ. കാര്യമായിട്ട് ഡെൽറ്റ ഡിക്കും കാര്യങ്ങളുണ്ട്, വേറെ കുറേ ചാർജസും കാര്യങ്ങളുണ്ട്. അതടുത്ത വീഡിയോ നടക്കുക. ഓപ്ഷനിന് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് വാച്ച് ചെയ്യുന്നവർക്ക് കറക്റ്റ് മനസ്സിലാവും. ഓരോ കാറ്റഗറി മാറിയിരിക്കുന്ന ചാർട്ട് ബേസ് ചെയ്ത്, ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തും, ക്യാൻഡിൽസ് ബേസ് ചെയ്തും, ക്യാൻഡിൽസിൻ്റെ ടൈം പീരീഡ് ബേസ് ചെയ്തുമായിരിക്കും ഓരോന്നും ഏറ്റവും സെക്ഷനായിട്ട് മാറ്റിയിരിക്കുന്നത്. അതൊക്കെ ഓരോ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. ബൈ.